എത്ര ക്ലിയർ ആയിട്ട് കാണുന്നില്ലേ ഈ മുജാഹിദിന്റെ മൗലവി കല്ലിക്ക് ആരാധിക്കുന്നത്? അല്ലെ അഹിന്ദവരായ ആൾക്കാർ ഇതേപോലെ തന്നെയല്ലേ? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇതൊരു മുസ്ലിയാർ മുജാഹിദുകൾ കല്ലിനെ ആരാധിക്കുന്നു എന്നതിന് തെളിവുദ്ധരിക്കുകയാണ്. വിഷയം എന്താണെന്ന് വെച്ചാൽ ഹുസൈൻ സലഫി KNMന്റെ ആളല്ല, അത് ജിന്നി വിഭാഗമാണ്, ഞങ്ങളുടെ ആളൊന്നുമല്ല. പക്ഷെ അദ്ദേഹം ചെയ്തത് ഒരു തറക്കല്ലിടൽ, എല്ലാവരും ചെയ്യുന്ന പണിയാണ്. അത് സമസ്തന്നോ KNM എന്നോ ലീഗെന്നോ എന്നൊന്നും ഒരു വ്യത്യാസമില്ല, എല്ലാവരും ചെയ്യുന്ന അതൊരു നാട്ടാചാരമാണ്, അതിൽ വേറൊന്നുമില്ല. പക്ഷെ കല്ലിനെ ആരാധിക്കുന്നവരുണ്ട്. അതാരാണ്? സമസ്ത മൗലവിമാർ. എവിടെയാണ് അവർ ആരാധിക്കുന്നത്? അവർ ഹൈവേ റോട്ടിൽ വെച്ച് നാട്ടുകല്ലിന് എന്താണ് അതിൻ്റെ പേര്, ഹൈവേ റോട്ടിലുള്ള ആ കല്ലിന് പരസ്യമായിട്ട് എല്ലാ ബസ്സുകളും പോകുന്ന, എല്ലാ വാഹനങ്ങളും പോകുന്ന ആ റോഡിൻ്റെ സൈഡിൽ വെച്ച് എല്ലാവരും കാണെ തന്നെയാണ് മുസ്ലിയാക്കന്മാർ കല്ലിനെ ആരാധിക്കുന്നത്. അത് ആരാധനയാണ്. ഇവിടെ ഹുസൈൻ സലഫി ചെയ്തത് കല്ലിനെ ആരാധിച്ചതല്ല, എല്ലാവരും ചെയ്യുന്ന പണി ആരാധന. ഒന്നാമത്തെ ഈ മുസ്ലിയാർക്ക് ആരാധന എന്താണെന്ന് അറിയില്ല. ഈ മുസ്ലിയാർ നാട്ടുകല്ലിനെ മുസ്ലിയാക്കന്മാർ ആരാധിക്കുന്നത് കണ്ടിട്ട് അതുപോലെ തന്നെയാണ് ഹുസൈൻ സലഫിയും ചെയ്തത് എന്ന് തോന്നുകയാണ് ഇയാൾക്ക്. എന്നിട്ട് ഇയാൾ ആയത്തോതുകയാണ്. എന്താണ് ആയത്തോതുന്നത്? എന്താണ് ഇൻ ഒന്നുകൂടി പറ. ഇൻ തദൂഹും, നിങ്ങൾ അവരെ വിളിച്ചു നോക്ക്. ആരെ വിളിച്ചു നോക്ക്? മുസ്ലിയാക്കന്മാർ, സമസ്തക്കാർ വിളിച്ചു പ്രാർത്ഥിക്കുന്ന അമ്പിയ ഔലിയാക്കന്മാരെ വിളിച്ചു നോക്കൂ. ലാ യസ്മഉ ദുആക്കും, നിങ്ങളുടെ വിളി അവർ കേൾക്കുകയില്ല. ഇതാണ് ആയത്തിലുള്ളത്. മുസ്ലിയാർ ഇവിടെ ഈ ആയത്തോതി എന്തിനാണ്? കല്ല് കേൾക്കുകയില്ല എന്ന് തെളിയിക്കാൻ. അത് കല്ലിനെ ആരാധിക്കുന്ന സമസ്ത മൗലവിമാർക്കാണ് ഇത് ഓതിയിട്ടിതാ. നിങ്ങൾ കല്ലിനോടല്ലേ സഹായം തേടുന്നത്? നടു റോട്ടിൽ ഇരുന്നിട്ട് നാട്ടുകല്ലിനെ ആരാധിക്കുന്ന മുസ്ലിയാക്കന്മാരെ അവരുടെ അടുത്ത് പോയിട്ടാണ് ഈ ആയത്തോതിൻ്റെ. ഇനി ബാക്കി നോക്ക്. ഓ മുജാഹിദിന്റെ മൗലവിമാരെ, നിങ്ങൾ കല്ലിക്ക് ആരാധിക്കുന്നത്, നിങ്ങളുടെ ആരാധന കല്ല് കേൾക്കുകയില്ല സലഫിമാരെ. എങ്ങനെ ലാ യസ്മഉ ദുആക്കും, നിങ്ങളുടെ വിളി, നിങ്ങളുടെ പ്രാർത്ഥന, നിങ്ങളുടെ സഹായതേട്ടം അവർ കേൾക്കുകയില്ല. ആര് കേൾക്കില്ല എന്ന്? മരണപ്പെട്ടുപോയ അമ്പിയ ഔലിയാക്കന്മാർ കേൾക്കുകയില്ല എന്നാ ആയത്തുള്ളത്. മുസ്ലിയാർ ഇവിടെ കൊണ്ടുവന്നിട്ട് കല്ലിനെ ആരാധിക്കുന്നവർ കേൾക്കുകയില്ല എന്ന് മുജാഹിദുകളോട് പറയാണ്. ഹുസൈൻ സലഫി അവിടെ കല്ലിനെ ആരാധിച്ചിട്ടില്ല. ഹുസൈൻ സലഫി മുജാഹിദുകാരനല്ല, ഞങ്ങളുടെ ആളല്ല. പക്ഷെ അയാൾ അങ്ങനെ ഒരു തെറ്റ അയാൾ ചെയ്തിട്ടില്ല. അയാൾ ഒരു തറക്കല്ലിട്ടു എന്ന് മാത്രം. തറക്കല്ലിടലും നാട്ടുകല്ലിനെ ആരാധിക്കലും സെയിമാണ്, സമമാണ് എന്നീ മുസ്ലിയാർ തെറ്റിദ്ധരിക്കുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ ആരാധിക്കുന്നത് പോലെ നിങ്ങളും കല്ലിനെ ആരാധിക്കുന്നുണ്ടല്ലോ എന്ന് പറയാൻ, എന്നിട്ട് അതിനെതിരെ ആയത്തുദ്ധരിക്കുകയാണ്. ആയത്തെന്തിനാ ഇവിടെ ആയത്തുദ്ധരിച്ച്? എന്താണ്? നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്ന. ഹുസൈൻ സലഫി കല്ലിനെ വിളിച്ച് പ്രാർത്ഥിച്ചോ? വലിയാർ നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുന്ന. ഖുർആന്റെ എങ്ങനെയാണ്? വല്ലദീന തദ്ഊന മിൻ ദൂനിഹി, അവന് പുറമെ നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുന്നവർ. ഇൻ തദൂഹും, നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുന്നവരെ നിങ്ങളുടെ വിളിച്ചു നോക്ക്. ലാ യസ്മഉ ദുആക്കും, നിങ്ങളുടെ വിളി അവർ കേൾക്കൂല എന്ന അവസ്ഥതയിലുള്ള. അല്ലാതെ നിങ്ങൾ വിളിക്കുന്ന കല്ലിനെ ഒന്ന് വിളിച്ചു നോക്ക്, ആ കല്ല് കേൾക്കില്ല എന്നാള് ആണോ ഈ ആയത്തുള്ള? മുസ്ലിയാക്കന്മാർ കല്ലിനെ ആരാധിക്കുന്നത് പോലെയാണ് ഹുസൈൻ സലഫി
ആ തറക്കല്ലിട്ട ആ കല്ലിനെ ആരാധിക്കുകയാണ് എന്നാണ് ഈ മുസ്ലിയാർക്ക് തോന്നുന്നത്. ബാക്കി എന്നിട്ട് അല്ലാഹു തആല ഖുർആനിൽ ചെന്നത് വലൗ സമിഉ മസ്തജാബു ലക്കും, എങ്ങനെ വലൗസമിയോ എന്നെ അവർ കേട്ടാൽ തന്നെ മാസ്തജാബൂലക്കും അവർ നിങ്ങൾക്ക് ഉത്തരം ചെയ്യില്ല. ആര്? കബറാളികൾ കേട്ടു എന്ന് സങ്കല്പിക്കുക. കേൾക്കുമെന്ന് വിചാരിച്ചിട്ടാണല്ലോ മൗലവിമാർ കബറാളികളെ വിളിച്ച് പ്രാർത്ഥിക്കുന്നത്. അവർ കേൾക്കുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നു. ശരി, നിങ്ങൾ വിചാരിച്ച. പക്ഷേ വലവുസമിയോ മാസ്തജാബൂലക്കും അവർ നിങ്ങൾക്ക് ഉത്തരം തരികയില്ല. ഈ കല്ല് തരികയില്ല. നല്ല ഉസ്താദ്, ആ കബറാളികൾ മരണപ്പെട്ടു പോയ അമ്പി ഔലിയാക്കന്മാർ നിങ്ങൾക്ക് ഉത്തരം തരികയില്ല എന്നാ ഖുർആന്റെ അകത്തുണ്ട്. അവർക്ക് മരണപ്പെട്ടു പോയ അമ്പി ഔലിയാക്കന്മാർ കേൾക്കുകയോ അവർ ഉത്തരം ചെയ്യുകയോ ചെയ്തിരുന്നുവെങ്കിൽ ഈ ഖുർആൻ പിന്നെ എന്തിനു പറ്റൂ? ഈ ഖുർആൻ ഓതിയിട്ട് ആരോടെങ്കിലും എന്നും പറയാൻ പറ്റുമോ? ഖുർആനിൽ അള്ളാഹു പറഞ്ഞതിനെതിരിൽ ഈ ഭൂമിയിൽ സംഭവിക്കുകയാണെങ്കിൽ പിന്നെ ഖുർആൻ എന്തർത്ഥമുള്ള മുസ്ലിയാറെ? ബാക്കി ഇതിന്റെ മൗലവിമാരെ ഈ കല്ല് എന്ന് കേട്ട് എന്ന് സങ്കല്പിച്ചാൽ പോലും അത് ഖിയാമത്ത് നാളിൽ പറയും, ഓ മൗലവിമാരെ, ഓ മൗലവിമാരെ, ഞാൻ പറഞ്ഞിട്ടല്ല അള്ളാഹുവെ എന്നെ വിളിച്ചിട്ട് ആരാധിച്ചത്, ഈ കല്ല് സാക്ഷി നിൽക്കും ഖിയാമത്ത് നാളിലേ. അല്ല ഉസ്താദേ, ഈ കല്ലല്ല. നിങ്ങൾ ഓതിയ ആയത്തിൽ ആ കല്ലേ വരുന്നില്ല. നിങ്ങൾ ഓതിയ ആയത്തിലുള്ളത് മരണപ്പെട്ടുപോയ അമ്പിയ ഔലിയാക്കന്മാരാണ്. കല്ലിനെ ആരാധിക്കുന്നവരെ പറ്റി വേറെ ആയത്തുകളുണ്ട്, ധാരാളം ആയത്തുകളുണ്ട്. പക്ഷെ നിങ്ങൾ ഓതിയ ആയത്തിൽ മരണപ്പെട്ടുപോയ അമ്പിയ ഔലിയാക്കന്മാർ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുകയില്ല. കേട്ടു എന്ന് അവർ കേൾക്കുമെന്ന് വിചാരിച്ചിട്ടാണല്ലോ അവരോട് നിങ്ങൾ പ്രാർത്ഥിക്കുന്നത്. അമ്പിയ ഔലിയാക്കം മരണപ്പെട്ടു പോയ കബറാളികളോട് പ്രാർത്ഥിക്കുന്നത് അവർ കേൾക്കുമെന്ന് വിചാരിച്ചിട്ടാണല്ലോ. അള്ളാഹ് പറഞ്ഞു, ശരി, നിങ്ങൾ വിചാരിച്ച മാസ്തജാബൂലക്കും അവർ നിങ്ങൾക്ക് ഉത്തരം നൽകുകയില്ല. ഇത് അമ്പിയ ഔലിയാക്കന്മാരെ പറ്റിയാ, അല്ലാതെ കല്ലിനെ പറ്റിയല്ല. കല്ലിനെ പറ്റി ബാക്കിയുള്ള പലതിനെ പറ്റിയും ഖുർആനിൽ അള്ളാഹ് പറഞ്ഞിട്ടുണ്ട്. അത് വേറെ ആയത്തുകളെ മൈലേറെ ഏതെങ്കിലും ആയത്ത് എടെങ്ങും കൊണ്ട് ചോദ്യമിടല്ല. അപ്പൊ മുജാഹിദിന്റെ പോലെ പറയുന്നതാക്കുവാര് കല്ല് കൈ വിരല് കടിക്കുവാര്. ഇപ്പൊ എന്തായി? കബർക്ക് ആരാധിക്കുന്ന ഓതേണ്ടതാ അല്ല മുജാഹിദിന്റെ മൗലമാര് കല്ലിക്ക് ആരാധിക്കുന്ന കയ്യായത്ത്? ഇത് കല്ലിനെ ആരാധിക്കുന്നവർക്കുള്ള ആയത്തെല്ലാം വലിയ. ഇത് മരണപ്പെട്ടു പോയ അമ്പിയ ഔലിയാക്കന്മാരെ ആരാധിക്കുന്നവർക്കുള്ള ആയത്താണിത്. അവർ കേൾക്കുകയില്ല, അവർ നിങ്ങൾക്ക് ഉത്തരം നൽകുകയില്ല. നിങ്ങൾ എന്ത് പോയാലും ഇപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കവറും പുറത്ത് പോയിട്ട് തന്നെ റസൂലിനെ വിളിച്ച് റസൂൽ കേൾക്കൂല. റസൂൽ ഉത്തരവും നൽകുകയില്ല, ഒരാളും നൽകുകയില്ല. കവറിലുള്ള ഒരാളും കേൾക്കുകയില്ല, ഒരാളും നിങ്ങൾക്ക് ഉത്തരം നൽകുകയും ചെയ്യുകയില്ല എന്ന് ഖുർആൻ ഖണ്ഡിതമായിട്ട് പ്രഖ്യാപിച്ചതാണ്. ഖുർആന്റെ പ്രഖ്യാപനത്തിനെതിരിൽ ഈ ഭൂമിയിൽ ഒരിക്കലും ഒന്നും സംഭവിക്കില്ല. പിന്നെ എന്റെ പ്രിയപ്പെട്ട സാധാരണക്കാരായ സലഫി സഹോദരന്മാരെ നിങ്ങൾ മനസ്സിലാക്കണു. അതുകൊണ്ട് മുജാഹിദിന്റെ മൗലവിമാരുടെ ബലയിൽ നിന്നിട്ട് നിങ്ങൾ ഷഹാദത്തിൽ വെച്ചിട്ട് എല്ലാവരും പുറത്തൊക്കെ പറഞ്ഞു തൗഹീദ് ലാ ഇലാഹ ഇല്ലല്ലാഹിലേക്ക് എല്ലാ മുജാഹിദുമാരും കടക്കണു. അല്ലാഹു എങ്ങനെ ഹുസൈൻ സലഫി കല്ലിനെ ആരാധിച്ചതാണ്. ഏതുപോലെ മൗലിയാക്കന്മാർ നാട്ടുകല്ലിനെ ആരാധിക്കുന്നില്ലേ ഹൈവേ റോട്ടിൽ വെച്ച്? അതുപോലെയാണ് ഹുസൈൻ സലഫിയും കല്ലിനെ ആരാധിക്കുകയാണ് എന്നാണ് ഈ മുസ്ലിയാർ തെറ്റിദ്ധരിക്കുന്നത്. മുസ്ലിയാക്കന്മാരെ, നിങ്ങളുടെ മുസ്ലിയാക്കന്മാർ നാട്ടുകല്ലിനെ കല്ലിനെ ആരാധിക്കുന്നുണ്ട്. മരത്തിനെ ആരാധിക്കുന്നവരുണ്ട് നിങ്ങളുടെ കൂട്ടത്തിൽ, ഇല്ലേ? മരത്തിന് തൊട്ടിലൊക്കെ കെട്ടിയിട്ട്. ഹുസൈൻ സലഫി ഞങ്ങളുടെ ആളെയല്ല, ഞങ്ങളിൽ നിന്ന് തെറ്റിപ്പിരിഞ്ഞ് ഞങ്ങൾ പുറത്താക്കിയ ആളാണ്. പക്ഷെ അയാൾ ഇവിടെ കല്ലിനെ ആരാധിച്ചിട്ടില്ല. അയാൾ അങ്ങനത്തെ ഒരു തെറ്റും മനസ്സിൽ വിചാരിച്ചിട്ട് പോലുമില്ല. ഒരു നാട്ടാചാരം അദ്ദേഹം ചെയ്തു എന്ന് മാത്രം. അതിന് അദ്ദേഹത്തെ ക്രൂശിക്കാൻ നടക്കൂല മല്ലേറെ. ഏതെങ്കിലും പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഖുർആനും ഹദീസും ഉദ്ധരിച്ച് മുജാഹിദുകളെ നേരിടാൻ കഴിയുമോ? മരിക്കുന്നതിലിടക്ക് കഴിയുമോ? ഏതെങ്കിലും ഒരു മുസ്ലിയാർക്ക്, ദുനിയാവിലുള്ള ഏതെങ്കിലും ഒരു മുസ്ലിയാർക്ക് ഖുർആനും ഹദീസും ഉദ്ധരിച്ച് മുജാഹിദുകളെ നേരിടാൻ കഴിയുമോ? മുസ്ലിയാക്കന്മാരെ ഇതുപോലെ പേരും നുണ പറഞ്ഞിട്ട് അതിനായത്തോതിയിട്ട് നേരിടാൻ ശ്രമിച്ചു നോക്കുക എന്നല്ലാതെ നിങ്ങളെ ഈ വിടുവായത്വം ഈ ഗ്രൂപ്പിലുള്ള എല്ലാവരും കേൾക്കുന്നുണ്ട് മല്ലേറെ.
നിങ്ങൾ പൊട്ടത്തരം ജനങ്ങൾ കേട്ടു നിങ്ങൾ ആരാണെന്ന് മനസ്സിലാക്കുന്നുണ്ട്. അതെങ്കിലും നിങ്ങൾ ഓർമ്മിക്കേണ്ടതായിരുന്നു.